ഹലോ ഗെയ്സ്, അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നബിദിന ആഘോഷമാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ വെറുതെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ചിറ്റാറിൽ ഈ ഒരു ഘോഷയാത്രയൊക്കെ കണ്ടത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറേ പരിപാടികളൊക്കെ ഇവരുടെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിന്ന്. ഞാൻ ഈ ദഫ്മുട്ടൊന്നും നേരിട്ട് കണ്ടിട്ടില്ല, നമ്മുടെ സിനിമകളിലൊക്കെ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിത് കാണാൻ കിട്ടിയ ഒരു അവസരം ഞാൻ പാഴാക്കില്ല. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കാണുകയും ചെയ്തേ. ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി വന്നതാണ്. ആ സമയത്താണ് ഇത് കേട്ടോ കണ്ടത്. ഇതിന് ശേഷം കോൽക്കളി, പാട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവിടെ. കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു, ഞാൻ ഇതൊക്കെ പകർത്തി എന്നിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലൊക്കെ ഉണ്ടോയെന്ന് ഉണ്ടാവും, നബിദിന ആഘോഷങ്ങളൊക്കെ കാണും. ഇത് ഞങ്ങളുടെ നാട്ടുമ്പുറത്തെ ചെറിയൊരു ആഘോഷമാണ്. അതാണ് ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തി നിങ്ങളിലേക്കും എത്തിച്ചത്. എന്താണെങ്കിലും ഇവരുടെ പാട്ടും താളവും ഒക്കെ കേട്ട് ഇങ്ങനെ നിൽക്കാൻ നല്ലൊരു രസമാണ്. ഇനിയിപ്പോൾ നാളെ വലിയൊരു ആഘോഷമാണ്. അതിൻ്റെയാണ് ഈ മഞ്ഞക്കൊടി മുകളിൽ കൂടി പാറി നടക്കുന്നത്. നമ്മുടെ ചതയാഘോഷമാണ്. അതിനുശേഷം നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയാണ്. അങ്ങനെ ആഘോഷങ്ങളുടെ ഒരു മാസം അവസാനമാണ് നമ്മുടെ ഈ ഒരു മാസം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം എല്ലാം പച്ചക്കൊടിയാൽ നിറഞ്ഞെങ്കിലും ആൾക്കാരും അതുപോലെ ഈ താളവും പാട്ടും ഒക്കെ നല്ല രീതിയിൽ ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഹിന്ദു മതത്തിലുള്ള എല്ലാവരും ഇന്നലെ ഓണം ആഘോഷിച്ചെങ്കിലും ഹിന്ദു മതം മാത്രമല്ല, എല്ലാ മതക്കാരും നമ്മുടെ ഓണം ആഘോഷിക്കും. ഈ ദിനം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ ഒരു വലിയ ഇതാണല്ലോ. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളുടെ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണും. ഇങ്ങനെയുള്ള ദപ്പുമുട്ടും കോൽക്കളിയും ഒന്നും നമുക്ക് എന്നും കാണാൻ പറ്റുന്ന കാഴ്ചകളിലൊന്നല്ല. വല്ലപ്പോഴും മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ചിലപ്പോൾ ഇവരുടെ കല്യാണ ആഘോഷങ്ങളിലൊക്കെ ചിലപ്പോൾ ഇത് നടത്തുന്നുണ്ടാവും. പക്ഷെ നമുക്ക് അതിനൊന്നും പങ്കെടുക്കാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. നമ്മളിങ്ങനെ 86 പള്ളിപ്പടിക്ക് കൂടി പോകുമ്പോൾ ഇതുപോലെ കൊട്ടും പാട്ടും ഒക്കെ കേൾക്കുന്ന കേൾക്കാം കേട്ടോ. പിള്ളേരുടെ അതൊരു വലിയ പ്രാക്ടീസ് നടക്കുമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്താണെങ്കിലും എല്ലാവരും നല്ല ഒത്തൊരുമയോടെ ഈ ഒരു ആഘോഷം വലിയ വിജയമാക്കി തീർത്തു കേട്ടോ. ഇത് വലിയൊരു ഘോഷയാത്ര വന്ന് അതിനുശേഷമാണ് ചിറ്റാർ ടൗൺ നമ്മുടെ സെന്ററിൽ നിന്നിട്ടായിരുന്നു, റോഡിൽ നിന്നിട്ടായിരുന്നു കേട്ടോ ഈ ദപ്പുമുട്ടും കോൽക്കളിയൊക്കെ. ഞാനിത് ആദ്യമായിട്ടാണ് ഈ കോൽക്കളി കാണുന്നത്. സിനിമകളിൽ കണ്ടിട്ടുണ്ട്, എന്നാലും നേരിട്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പം നബിദിനം ഇന്ന് ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക വലിയൊരു നബിദിന ആശംസകളൂടെ ഞാൻ നേരുന്നു. അപ്പം നാളെ ഇതുപോലെ നിറച്ച ആളുകൾ റോഡിൽ കാണും. നാളെ ചതയാഘോഷമാണല്ലോ. അപ്പോൾ എല്ലാവരും നല്ല മഞ്ഞ നിറത്തിൽ ഡ്രസ്സും അതുപോലെ മഞ്ഞ കൊടികളും ആയിരിക്കും നാളത്തെ ദിവസം ഇവിടെ പാറി പറക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഞങ്ങളുടെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. ബൈ.